ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോയമ്പുകാല വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലരും ആ റെസിപ്പിയൊക്കെ കണ്ട് അത് ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. വളരെ സന്തോഷം, നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ റൈസാണ്, റോ മാംഗോ റൈസ്. ഇപ്പോൾ മാംഗോയുടെ സീസൺ ആണല്ലോ, വളരെ സുലഭമായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടും. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 1/2 kg അരി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പച്ചമാങ്ങ ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പുളിക്കനുസരിച്ചുള്ള മാങ്ങ നിങ്ങൾക്ക് എടുക്കാം. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2-3 പച്ചമുളക്, മല്ലിയില അരിഞ്ഞത്, തേങ്ങ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ, ബട്ടർ. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ എണ്ണ വേണ്ടി വരും. നമുക്കിതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി നമുക്ക് വറുത്തെടുക്കാം. ഇത് മൂത്ത് നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പെല്ലാം ഒന്ന് മൂത്തു. അപ്പം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം കളർ വേണ്ട, മാങ്ങയുടെ കളറ് നിലനിർത്തത്തക്കോണക്ക് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചോറിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഒരല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിതൊന്ന് അടച്ചു വെക്കാൻ, 1 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ഒരു ഷൈനിങ്ങും ഉണ്ടാകും നമ്മുടെ ചോറിന്. ബട്ടറെല്ലാം ഉരുകി നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുക്കാം. നമുക്ക് എപ്പോഴും പുളി നോക്കണം. മാങ്ങയുടെ പുളി എത്ര ഉണ്ടെന്ന് അതിനനുസരിച്ച് വേണം മാങ്ങ ചേർക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ചോറ് ചേർക്കാനായിട്ട്. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാംഗോ റൈസ് റെഡിയായി. നമുക്കിനിയും ഒരു 2-3 മിനിറ്റത്തേക്ക് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. നമുക്ക് ഈ ചോറിനകത്തേക്ക് ഈ പുളിയെല്ലാം ഒന്ന് പിടിക്കാം, അതിന് വേണ്ടി അടച്ച് വെച്ചേക്കാം. സ്റ്റൗ നമുക്ക് ഇനി ഓഫ് ചെയ്തേക്കാം.
2-3 മിനിറ്റായി. നമുക്കിതിനൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പം സവാള അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പീര നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ച തേങ്ങയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ കഴിക്കുന്നത് പപ്പടവും ചട്നിയും കൂട്ടിയാണ്. ഈ ചട്നി പൈനാപ്പിളിൻ്റെ ചട്നിയാണ്. ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ, നിങ്ങളത് നോക്കുക. ഏത് ചട്നിയോ ഏത് അച്ചാറോ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. എങ്കിൽ എങ്ങനെയൊന്ന് നോക്കാം. നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാങ്ങയുടെ പുളിയും തേങ്ങായും പച്ച ഉള്ളിയുടെ എല്ലാം കൂടെ ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.